അപ്പോൾ ഗൈസ് ഇത് ഡേ 11 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സെറ്റിംഗ് അപ്പ് യുവർ വർക്ക് സ്പേസ് അറ്റ് ഹോം ഫോർ മാക്സിമം പ്രൊഡക്ടിവിറ്റി. നമുക്ക് മാക്സിമം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് മാക്സിമം ഫോക്കസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബിസിനസ് ചെയ്യുന്നവർക്കൊന്ന് ഷെയറും കൂടെ ചെയ്യണേ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ഒരു ബോസിൻ്റെ അടിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു മുകളിലൊരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു ബോസ് ഉണ്ടെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ആ ഒരു കമ്പനിയുടെ അനുസരിച്ചൊക്കെ നമ്മൾ ഇപ്പം ജോലിക്ക് പോകുന്ന ടൈമാണെങ്കിൽ അവർ പറയുന്ന പ്രൊജക്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ഇതിപ്പം നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഫോക്കസും പ്രൊഡക്ടിവിറ്റി നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ നമുക്കന്ന് ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പം നമ്മൾ ബെഡിൽ കിടന്ന് സ്ക്രോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിന് എത്ര നേരം വേണമെങ്കിലും പറ്റും, ലൈക്ക് എ യൂഷ്വൽ ഡേ. പക്ഷേ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പം നമുക്ക് ഡെയിലി കോണ്ടൻറ്റും കാര്യങ്ങളും പ്രൊഡക്ട്സും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ മാക്സിമം ഫോക്കസ് എന്ന് പറയുന്ന ഫോക്കസ് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് എങ്ങനെ നമ്മുടെ വർക്ക് സ്പേസ് വീട്ടിൽ ഇരുന്നൊരു ചെറിയൊരു കോർണർ ആണെങ്കിലും എങ്ങനെ നമുക്ക് അവിടെ പോയി വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ക്വൈറ്റ് കോർണർ ചൂസ് ചെയ്യുക. അതായത് ഏറ്റവും മിനിമൽ ഡിസ്ട്രാക്ഷനുള്ള ആരും നമ്മളെ വന്ന് ശല്യപ്പെടുത്താത്ത ഒരു ക്വൈറ്റ് കോർണർ. അതൊരു റൂമായിക്കോട്ടെ, റൂം നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു കോർണർ ചെറിയൊരു മൂലയാണെങ്കിലും മതി ആദ്യം നമുക്ക് തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മൾ ജ്വല്ലറി ചെയ്യുവാണെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്കൊരു വർക്ക് ചെയ്യണം, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടേബിളും ഒരു കോർണറും ഒരു ചെയറും ഒക്കെ വെച്ച് നിങ്ങൾക്ക് ആ കോർണറിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ, അതിൻ്റെ ഐഡിയാസ് നോട്ട്ബുക്കിൽ എല്ലാം എഴുതി വെക്കാനൊക്കെ നിങ്ങളൊരു ചെറിയൊരു കോർണർ അവിടെ സെറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ചെയർ വേണം വിത്ത് ഗുഡ് ബാക്ക് സപ്പോർട്ട്. അതായത് നമുക്ക് കുറച്ച് ലോങ് ടൈമൊക്കെ ഇരുന്ന് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം സപ്പോർട്ടില്ലാത്തൊരു ജസ്റ്റ് ഒരു സ്റ്റൂളാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ഇരുന്ന് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കിപ്പോൾ അതിനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയൊക്കെ ഇരുന്ന് സിമ്പിളായിട്ട് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ ഒരു നല്ല സപ്പോർട്ടുള്ള ഒരു ചെയർ, കംഫർട്ടബിളായിട്ടുള്ളൊരു ചെയർ നിങ്ങൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ളൊരു ചെയർ നിങ്ങൾ മാറ്റി വെക്കാം നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കീപ് ഡെസ്ക് ക്ലീൻ ആൻഡ് ക്ലട്ടർ ഫ്രീ. അപ്പോൾ നമുക്ക് ഡെസ്ക് ഉണ്ട്, അതിനകത്തിപ്പം നമ്മൾ സപ്പോസ് ഹാൻഡ് ക്രാഫ്റ്റഡ് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാമെന്ന് വെച്ചോ, നമ്മൾ കൈ കൊണ്ട് ഹാൻഡ് എംബ്രോയിഡറി ഇപ്പോൾ ഒരു ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചോ, ഒരു ടീഷർട്ടിൽ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളത് ഭയങ്കരമായിട്ട് ക്ലട്ടേർഡായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വന്നിട്ട് വർക്ക് ചെയ്യാൻ തോന്നത്തില്ല. സോ എപ്പോഴും നമ്മളൊരു വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് നൂലുകളെല്ലാം ഒരു ബോക്സിൽ വെക്കുക, അല്ലെങ്കിൽ നീഡിൽസ് വെക്കുക, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമുള്ള എല്ലാ ടീഷർട്ടോ അല്ലെങ്കിൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മളെടുത്ത കാര്യങ്ങളെല്ലാം തിരിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പം അത് ക്ലട്ടർ ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നല്ല ഗുഡ് ലൈറ്റിംഗ് വേണം. നാച്ചുറൽ ലൈറ്റ് ഇസ് ബെസ്റ്റ്. അപ്പം നമ്മൾ നോർമൽ ഒരു ട്യൂബ് ലൈറ്റൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം രാവിലെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നോർമൽ നാച്ചുറൽ ലൈറ്റ് വിൻഡോസും കേർട്ടൻസും ഒക്കെ തുറന്ന് നല്ല ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ്, നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കൊരു നല്ല എനർജിയും പോസിറ്റീവ് എനർജിയും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്കോ ടേബിൾ ആണ് ഏറ്റവും നല്ലത്. ഒരു ചെറിയ ഡെസ്കോ ചെറിയ ടേബിളാണെങ്കിലും അത് നല്ലതായിരിക്കും. നമ്മൾ ബെഡ് അവോയ്ഡ് ചെയ്തതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ബെഡിന് നമുക്കിപ്പോൾ സപ്പോർട്ട് ഇല്ലാത്ത സ്ഥലത്തിരിക്കുകയോ, അല്ലെങ്കിൽ ബെഡിങ്ങനെ ചില പുതിയ ബെഡൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന ടൈപ്പ് ബെഡാകുമ്പം നമ്മുടെ ബാക്കിന് നടുവിനൊക്കെ സപ്പോർട്ടില്ലാതെ ഭയങ്കരമായിട്ട് ഒത്തിരി നേരം ഇരിക്കുമ്പോഴത്തേക്കും കാലിനും നടുവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇത് കൺസിസ്റ്റൻ്റായിട്ട് ആ ഒരു ഇത് ബാക്ക് പെയിനൊക്കെ കാരണം ബുദ്ധിമുട്ട് വരും. സോ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ടൂൾസ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുക്കുണ്ട്, അല്ലെങ്കിൽ സ്കെയിലോ, നിങ്ങൾക്ക് വേണ്ട സെയിൽസിനൊക്കെ എഴുതുന്ന ബുക്കോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം നിങ്ങളുടെ ആ ഒരു ടേബിളിൽ അടുത്ത് തന്നെ വെക്കുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളിപ്പോൾ വർക്ക് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം ഡെയിലി ആ ഒരു ടൈമിൽ ഇതൊക്കെ ആവശ്യമാണ്, അതൊക്കെ അടുത്ത് വെക്കുക. നിങ്ങളെപ്പോഴും വർക്കിന് ആ ഒരു ഏരിയയിൽ കയറിക്കഴിഞ്ഞ് പിന്നെ ദൂരെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ വന്ന ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും വന്ന് നിങ്ങളുടെ ആ ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം
നഷ്ടപ്പെടും. സോ ആ ടൂൾസ് എല്ലാം നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയൊരു സ്മോൾ ഡെക്കർ നിങ്ങൾ പേഴ്സണലൈസ് ചെയ്യാം. അതൊരു ഫോട്ടോ ഫ്രെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കിട്ടുന്ന ഒരു സ്റ്റാച്ചു ആയിക്കോട്ടെ, എന്താണെങ്കിലും. അതുപോലെ തന്നെ പ്രോപ്പർ പോസ്ചറായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുന്നത്. കുനിഞ്ഞിരിക്കുകയും ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് ചെയ്താൽ നമുക്ക് മാക്സിമം നേരം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ നമുക്ക് അടുത്ത് വെക്കുക. നമ്മൾ ഡീഹൈഡ്രേഷൻ ആവാതെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, അത് മാക്സിമം നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓർഗനൈസർ അല്ലെങ്കിൽ ട്രേസ് നമ്മൾ സ്റ്റേഷനറിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ പറയുന്ന പേനായോ പെൻസിലോ സ്കെയിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്മോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ ഒരു ഫ്രഷ്നെസ്, ഒരു പോസിറ്റീവ് എനർജിക്ക് നിങ്ങൾക്ക് വെക്കാം. ഒരു പ്ലാന്റ് ആണെങ്കിലും മതി, നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അവോയ്ഡ് യുവർ വർക്ക് സ്പേസ് വിത്ത് അതർ ആക്ടിവിറ്റീസ്. നമ്മളിപ്പം ആ ഒരു വർക്ക് സ്പേസ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനോ അവിടെ ലൈറ്റ് പിന്നെ അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അതൊന്നും നിങ്ങൾ ഫുഡ് കഴിക്കാനും വേറെ മറ്റു കാര്യത്തിനൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം വീണ്ടും ക്ലട്ടേർഡ് ആവും. അതുപോലെ തന്നെ നമ്മൾ വർക്കിംഗ് അവേഴ്സ് നമ്മുടെ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർ ഹെഡ്ഫോൺസ് പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മളെന്തെങ്കിലും ഹാൻഡ് ക്രാഫ്റ്റഡ് വർക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവരങ്ങനെ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് ഒരു ഫോക്കസ് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും നിങ്ങൾക്ക് ഐ ലെവലിൽ വെക്കാം. ഇപ്പം നിങ്ങൾ ലാപ്ടോപ്പൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലാപ്ടോപ്പ് ഐ ലെവലിൽ വെക്കുന്ന ടൈപ്പ് പ്രോഡക്റ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ഒത്തിരി ഇപ്പം ലാപ്പിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മടിയിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുനിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കഴുത്ത് ബെൻഡായിട്ട് നല്ല പ്രോബ്ലം വരും. സോ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ടേബിളിൽ വെച്ചിട്ട് ഐ ലെവലിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് കണ്ണിനാണെങ്കിലും അതുപോലെ തന്നെ കഴുത്തിനാണെങ്കിലും നല്ലത്. അതുപോലെ തന്നെ ഒരു ചെറിയ നോട്ട് പാഡ് നമുക്ക് ക്വിക്ക് ഐഡിയാസ് ജോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഒത്തിരി ഐഡിയാസ് നമുക്ക് വരും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും പിന്നെ ഞാൻ ഓർത്തെടുത്ത് ചെയ്തോളാമെന്ന്. പക്ഷേ നമ്മുടെ ഒരു ഒത്തിരി ചിന്തകളുടെ ഇടയ്ക്ക് അതെല്ലാം മുങ്ങിപ്പോവും. സോ ഗൈസ്, എപ്പോഴും നമ്മുടെ ഐഡിയാസ് നമ്മൾ നോട്ട് പാഡിൽ ജോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന ഐഡിയാസ് ചിലപ്പോൾ ഒരു വട്ടേ അത് വരത്തുള്ളൂ, പിന്നെ അത് കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും വരുന്നത്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഗുഡ് വെൻറ്റിലേഷൻ, നമ്മുടെ നല്ല വെൻറ്റിലേഷൻ വേണം. നല്ല കാറ്റൊക്കെ കയറി ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടത്തുള്ളൂ. അടച്ചൊരു വെൻറ്റിലേഷൻ ഇല്ലാതെ കാറ്റൊന്നും കയറാതെ സഫോക്കേറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും വർക്ക് ചെയ്യാൻ തോന്നത്തില്ല. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമുക്കൊരു ഫിക്സഡ് ടൈം ബ്രേക്സ് ഓർ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഒരു സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു 1 hour അല്ലെങ്കിൽ 2 hour ബ്രേക്ക് നിങ്ങൾ എടുക്കുക. ഓക്കെ, അല്ലാതെ കണ്ടിന്യൂസ് ഒരു 5-6 മണിക്കൂർ ഇരുന്ന് ഒറ്റയടിക്ക് ഇരുന്ന് ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം നിങ്ങൾ ഫുള്ളി വയ്യാതെ മസിൽ പെയിനൊക്കെ ആയിട്ട് ബാക്ക് പെയിനൊക്കെ ആയിട്ടിരിക്കുന്നതിന് വരെ ഒരു 2 hour നിങ്ങൾ ടൈമർ വെക്കുക. അത്രയും വർക്ക് ചെയ്തതിന് ശേഷം ഒരു 10 to 15 minutes ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ചു വരിക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വയേഴ്സോ കേബിളോ അതെന്തെങ്കിലും ഇങ്ങനെ ചുരുണ്ടെല്ലാം കൂടെ കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും, ഒട്ടും ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല. സോ അതെല്ലാം നമ്മുടെ ഏരിയയിൽ നീറ്റായിട്ട് വെക്കുക. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ ഡേ എപ്പോഴും നമ്മൾ വീണ്ടും നമ്മുടെ വർക്ക് സ്പേസ് എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞിട്ട് അത് നീറ്റാക്കി ടൈഡി ആക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മുടെ പോയിൻറ്റ്സിന് നമ്മൾ നോക്കിയത്. അതായത് ഡേ 11 സെറ്റിംഗ് അപ്പ് യുവർ വർക്ക് സ്പേസ് അറ്റ് ഹോം ഫോർ മാക്സിമം പ്രൊഡക്ടിവിറ്റി. ഇത്രയും നിങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. സോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. മോർ ബിസിനസ് ടിപ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാം. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ 1000 mistakes to avoid as a small business owner ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് വേണമെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് 1000 mistakes എന്ന് DM ചെയ്താൽ നമ്മളതിൻ്റെ ഫുൾ PDF 1000 mistakes അയക്കുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ചെയ്യുന്നതിന് വരെ until then bye.